സ്വാഗതം. കാളീമേഘസ്മപ്രവാന്ത്രണം വേതാളകണ്ഠസ്ഥിതം ഗഡ്ഗം ഗാഢകപാലതരികശ്വരം കൃത്വാങ്കരാഗ്രേഷു ജംബൂധപ്രേതകുശാശമാതൃസഹിതം മുണ്ടസ്രജാലം കൃതം വന്ദേ ദുഷമസൂര്യാദ്വിതം സംഹാരിണീം ഈശ്വരീം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുടുംബദേവതയോ പരദേവതയോ അല്ലെങ്കിൽ ദേശദേവതയോ ഇഷ്ടദേവതയൊക്കെ ആയിട്ടുള്ള ഭദ്രകാളിയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാർ, അച്ചാച്ചനും അമ്മാമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആരാധിച്ചിരുന്ന ഏറ്റവും ഫലവത്തായിട്ട് പെട്ടെന്ന് പ്രസാദത്തിൽ വരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഭദ്രകാളി ദേവി. ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ചവളാണെന്നും പറയുന്നു. പാർവതിദേവിയുടെ മറ്റൊരു രൂപമാണെന്നും പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ആദിപരാശക്തിയാണ്. അപ്പോൾ നമ്മൾ ധർമ്മദൈവത്തെ അറിയാതെ നമുക്കൊരു കാര്യത്തിലേക്കും ചുവടുവെക്കാനായിട്ട് പറ്റില്ല. ധർമ്മദൈവ കോപം ഉണ്ടെങ്കിലും നമ്മൾ എത്ര വലിയ ജാതകബലം ഉണ്ടെങ്കിലും നമുക്കത് ഗുണവത്തായിട്ട് വരില്ല. അപ്പോൾ ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പൂ തറവാടുകൾ എന്തു ചെയ്തെന്ന് മുമ്പുള്ളവരൊന്ന് അറിഞ്ഞത് ചെയ്യുക. എന്തു ചെയ്തത് മുൻപുള്ളവരോട് അറിഞ്ഞത് ചെയ്യുക. മുമ്പുള്ളവരോട് ചോദിച്ചത് ചെയ്യുക എന്നാണ് പറയുക. മുൻപുള്ളവർ ചെയ്തെങ്ങനെയാണോ അതുപോലെ ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ ഭദ്രകാളി ദേവിനെ നമുക്ക് ഉപാസകരായിട്ടോ അല്ലെങ്കിൽ ദേവിനെ പ്രാർത്ഥിക്കുന്നവരോ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഫലസിദ്ധി തരുന്ന ഒരു മന്ത്രത്തെ അല്ലെങ്കിൽ ഒരു സ്തുതിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഭദ്രകാളി മഹാത്മ്യയിലെ അതിശക്തമായ ദിവ്യമായ ഒരു പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന ഒരു മന്ത്രത്തെ അല്ലെങ്കിൽ നിത്യം ജപിക്കാവുന്ന ഒരു മന്ത്രത്തെയാണ്, ഒന്നല്ല ഇവിടെ ഒരു പറയുന്നൊരു മന്ത്രക്കൂട്ടം അല്ലെങ്കിൽ ഒരു സ്തുതിയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ദേവിയെ അറിഞ്ഞു വിളിച്ചാൽ എല്ലാവർക്കും അനുഗ്രഹമായി നിൽക്കുന്ന ദേവതയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ജപവും തപമൊക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പരദേവതയെ നമുക്ക് ഭദ്രകാളി അമ്മ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാ തറവാടുകളിലും ആദ്യകാലങ്ങളിൽ ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണ് ഭദ്രകാളി മൂർത്തി. അത്രയും ചൈതന്യവത്തായിട്ടുള്ളൊരു അമ്മയാണ്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മയാണ്. കോപത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങേയറ്റവും, സ്നേഹത്തിൻ്റെ കാര്യവും ആണെങ്കിലും അങ്ങേയറ്റവും. അമ്മ 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 എന്ന് വിളിച്ചാൽ നമ്മുടെ അമ്മ വിളി കേൾക്കും എന്നാണ് അതിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളോട് ക്ഷമിക്കാൻ മാത്രമേ അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മേനെ ജപിക്കുന്ന വേളയിൽ, സ്മരിക്കുന്ന വേളയിൽ ഞാനീ പറയുന്ന മന്ത്രത്തെ നിങ്ങളൊന്ന് ദൈവമാത്മ്യം കയ്യിൽ വാങ്ങി, ഭദ്രകാളി മഹാത്മ്യം ഒന്ന് വാങ്ങിയിട്ട് ഞാൻ പറയുന്ന ഈ മന്ത്രം ഒന്ന് വായിച്ചോളൂ. നിത്യവും നിങ്ങളുടെ വീട്ടിൽ യാതൊരുവിധ ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ രോഗാദുരിതങ്ങളോ ആപത്തുകളോ ഒന്നും വരില്ല എന്ന് നിശ്ചയം. അപ്പോൾ ഭദ്രകാളി മഹാത്മ്യത്തിലെ അതിദിവ്യമായ മന്ത്രങ്ങളുടെ അല്ലെങ്കിൽ സ്തുതികളുടെ 2 വരികളാണ് ഞാനിവിടെ പ്രതിപാദിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. നമ്മൾ ഭദ്രകാളി ദേവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് അറിയില്ല എങ്കിൽ അതിനെ നമുക്ക് ജപിക്കാനുള്ള അല്ലെങ്കിൽ ആരാധിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ് ഭദ്രകാളി മഹാത്മ്യം. അപ്പോൾ അതിനകത്ത് പറയുന്ന മന്ത്രത്തിൻ്റെ 2-3 വരികൾ ഞാൻ വായിക്കാം. നമ്മൾ ഭദ്രകാളി മഹാത്മ്യം വായിക്കേണ്ടത്. നിത്യവും ജപിക്കുന്നത് ഐശ്വര്യമായിരിക്കും. കണ്ഠേ കാളി കളാത്മജേ ദേവി കണ്ഠേ കാളി മഹേശ്വരി ഭഗവതി ഗിലധരി ഭദ്രകാളി നമോസ്തുതി മഹാവിദ്യ മഹാമായ മഹാകാളി മഹാമതി മഹാസുരവദുക്തം ഭദ്രകാളി നമോസ്തുതി സർവലോകവിന സർവലോകവിശ്വങ്കരി സർവാർഷ ദേഹിഭ്യം ഭദ്രകാളി നമോസ്തുതി എന്ന് തുടങ്ങുന്ന മന്ത്രത്തെയാണ് നമ്മൾ വായിക്കേണ്ടത്. എന്നൊരു വാക്യം: കണ്ഠേ കാളാത്മജയ ദേവി കണ്ഠേ കാളി മഹേശ്വരി ഭഗവദ്യ ഗിലാധരേ ഭദ്രകാളി നമോസ്തുതേ. ഭഗവതി ഗിലാധരേ ഭദ്രകാളി നമോസ്തുതേ മഹാവിദ്യ മഹാമായി മഹാകാളി മഹാമധേ മഹാസുരവദോക്തേ ഭദ്രകാളി നമോസ്തുതേ സർവലോക വിനോദ്രേ സർവലോകവശങ്കരി സർവസം ദേഹിമേഭ്യം ഭദ്രകാളി നമോസ്തുതേ. എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രം ചൊല്ലാൻ നേരത്തെ നാക്കിൽ ഒരു ആണി ഉണ്ടായി നിൽക്കണം. അപ്പോൾ അത് കാരണം ചൊല്ലണേൽ ചെറിയൊരു അക്ഷരത്തിലുണ്ടാവും. അപ്പം ആദ്യത്തെ വരി മനസ്സിലായിട്ടുണ്ടാവും. കണ്ഠേ കാളാത്മജയ ദേവി കണ്ഠേ കാളി മഹേശ്വരി ഭഗവദ്യ ഗിലാധരേ ഭദ്രകാളി നമോസ്തുതേ എന്ന് തുടങ്ങുന്ന മന്ത്രത്തെ ഒന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.